നമസ്കാരം. മംഗളം ടി വി നോ കോംപ്രമൈസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഗാന്ധിജി, അംബേദ്കർ, ഭഗത് സിംഗ് ഇത്തരത്തിലുള്ള ധീര ദേശാഭിമാനികളുടെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, നമ്മുടെ രാജ്യശില്പികളുടെയൊക്കെ പേരുകളാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ, ഡൽഹിയിൽ, ജന്തർ മന്ദറിൽ, ആ തെരുവോരങ്ങളിൽ നമ്മുടെ യുവാക്കൾ നടത്തിയ, വിദ്യാർത്ഥികൾ നടത്തിയ വലിയ പ്രക്ഷോഭത്തിൽ മുഴങ്ങിക്കേട്ട, ഉയർന്നുകേട്ട പേരുകൾ. എത്രത്തോളം ആശാഭരിതമാണ്, എത്രത്തോളം ആവേശോജ്വലമാണ്, എത്രത്തോളം പ്രതീക്ഷാ നിർഭരമാണ് നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ ഭാവി തലമുറയുടെ ചിന്തയും അവരെ സ്വാധീനിക്കുന്ന നേതാക്കളും അവർക്ക് വഴികാട്ടികളാകുന്ന മാതൃകാ വ്യക്തിത്വങ്ങളും എന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ ജനാധിപത്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ മതേതരത്വത്തെ സംബന്ധിച്ച്, അതിൻ്റെ ഉന്നത മൂല്യങ്ങളെ സംബന്ധിച്ച് അത് പിന്തുടർന്നു വന്ന പൈതൃകവും പാരമ്പര്യവുമെല്ലാം നമ്മുടെ ഭാവി ജനത, നമ്മുടെ മുന്നോട്ടുള്ള ജനത, നമ്മുടെ യുവത, നമ്മുടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം ഈ രാജ്യത്തെ ധീരരായിട്ടുള്ള, ഈ രാജ്യം കെട്ടിപ്പടുത്ത മഹൽ വ്യക്തിത്വങ്ങളുടെ പേരിലാണ് എന്നുള്ളതാണ് നമുക്ക് ഏറെ പ്രതീക്ഷയുണർത്തുന്ന കാര്യം. തീവ്രവാദി, രാജ്യദ്രോഹി, ബംഗ്ലാദേശി, പാകിസ്ഥാനി, കുറേ സ്ഥിരം ചാപ്പയടികൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യം ഇത്തരം ചില വൈകൃത പദങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരു കാരണവശാലും സഹപൗരന്മാരെ വിളിക്കാൻ പാടില്ലാത്ത, അധിക്ഷേപിക്കാൻ പാടില്ലാത്ത, ആക്ഷേപിക്കാൻ പാടില്ലാത്ത അത്തരം വികൃത പദങ്ങൾ, അല്ലെങ്കിൽ ഹീന പദങ്ങൾ, അല്ലെങ്കിൽ നീച പദങ്ങൾ, അതൊക്കെയാണ് കുറേ നാളുകളായി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സഹപൗരന്മാർ കേൾക്കേണ്ടി വരിക. പ്രത്യേകിച്ചും ഏതെങ്കിലും ജനാധിപത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ, ഒരു സമരം നടക്കുമ്പോൾ, ഒരു പ്രതിഷേധം നടക്കുമ്പോൾ, അത് വിദ്യാർത്ഥികളായിക്കോട്ടെ, അത് കർഷകരായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, പ്രതിപക്ഷമായിക്കോട്ടെ, ആരായിരുന്നാലും ഇത്തരം ചില ചാപ്പയടികളാണ് ഈ രാജ്യത്ത് നിരന്തരം ഉയർന്നു കേട്ടിരുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ സമരങ്ങളെ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ നിശബ്ദരാക്കുക, വഴിതിരിച്ചു വിടുക, രാജ്യവിരുദ്ധരാണ് എന്ന ഒരു മുദ്ര ചാർത്തി അതിനെ ഇല്ലായ്മ ചെയ്യുക, അവരുടെ ബലം കളയുക, ധൈര്യം ചോർത്തിക്കളയുക, ഇത്തരം ചാപ്പയടികൾ ഭയക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഏറെ ചിന്തോദ്ദീപകമായി, ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഇന്ത്യൻ യുവത്വം അങ്ങിറങ്ങിയപ്പോൾ, ഒരുമിച്ചിറങ്ങിയപ്പോൾ, അവർ വിദ്യാർത്ഥികളായി, അവർ യുവാക്കളായി, അവർ വലിയ രീതിയിൽ പാറ്റകൾ എന്ന പേരിട്ട് വിളിച്ചുകൊണ്ട് ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണകൂടത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, വലിയ ശക്തമായ ഭരണ സംവിധാനത്തിനെതിരെ ധീരനായി നെഞ്ചുറപ്പിച്ച്, അല്ലെങ്കിൽ ശക്തിയോടുകൂടി നിലകൊണ്ടപ്പോൾ ഇത്തരം ചാപ്പയടികളൊക്കെ അപ്രസക്തമാകുന്ന, ദയനീയമായി അപ്രസക്തമാകുന്ന, ഏറെ ആവേശോജ്വലമായ ധീരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ തന്നെയാണ് അതിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യം ഒരു മതരാഷ്ട്രം എന്ന രീതിയിലേക്ക് കെട്ടിപ്പടുക്കുവാനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ പാതയിലായിരുന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രി പാർലമെൻറ്റ് ഉദ്ഘാടനത്തിലായിക്കോട്ടെ, അവിടെ ഹൈന്ദവ സന്യാസിമാരുടെ ഒരു നീണ്ട നിര, പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു, ആ ആചാര്യന്മാരെ വണങ്ങുന്നതടക്കമുള്ള കാഴ്ചകൾ. ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കാഴ്ചകൾ പാടുണ്ടോ എന്ന രീതിയിൽ, ആവാൻ പാടില്ല എന്ന രീതിയിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ടതാണ്. അവിടെ ഒരു മതരാഷ്ട്ര സങ്കല്പം പ്രധാനമന്ത്രി തന്നെ, ഒരു സെക്കുലർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊണ്ടുവരുന്നു എന്ന വലിയ ആക്ഷേപം ഉയർന്നതാണ്. ഏറെ വിവാദമായ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടെയെല്ലാം മുഖ്യ കാർമ്മികൻ്റെ റോളിലാണ് പ്രധാനമന്ത്രി വന്നത്. ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏറെ തർക്കവിഷയമായ, രാമക്ഷേത്രം പോലെ ഏറെ തർക്കവിഷയമായ ഒരു വിഷയത്തിൽ, അവിടുത്തെ അമ്പലത്തിൽ, അവിടുത്തെ പ്രാണപ്രതിഷ്ഠയ്ക്കടക്കം നേതൃത്വം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അവിടെ മതരാഷ്ട്രവാദം എന്ന ചില സിദ്ധാന്തങ്ങൾക്ക് അടിത്തറയിടുന്ന പ്രക്രിയ തന്നെയായിരുന്നു. ആ രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും മതപരമായ വിഭജനങ്ങൾ, മതപരമായ കലാപങ്ങൾ, മുസ്ലിം എന്ന രീതിയിൽ, ക്രിസ്ത്യാനി എന്ന രീതിയിൽ, ഹിന്ദു എന്ന രീതിയിൽ പരസ്യമായി തന്നെ വിഭജനങ്ങൾ ഉണ്ടാക്കുക, വിഘടിപ്പിക്കുക, പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചുകൊണ്ട് ഇത് ഭൂരിപക്ഷ രാഷ്ട്രമാണ്, ന്യൂനപക്ഷത്തിന് സ്വാധീനമില്ല എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങളടക്കം ചമയ്ക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടന്നു വന്നിരുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും അത് നിസ്തർക്കം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ്
നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളിലും ഇത്തരം ചാപ്പയടികൾ, പ്രത്യേകിച്ച് ജിഹാദി വിളികൾ, പാകിസ്ഥാനി വിളികൾ, ബംഗ്ലാദേശി വിളികൾ, സോറോസ് ഫണ്ട് തുടങ്ങി ഒരുപാട് ചാപ്പയടികൾ നടന്നിരുന്ന ഒരു ഘട്ടമുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരു വിരാമമാകുന്നു എന്നതിൻ്റെ ശുഭസൂചനയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരമെന്ന് പറയാതിരിക്കാനാവില്ല. അവിടെ തന്നെയാണ് അത്തരം ചാപ്പയടികളെ ഇന്ത്യയിലെ യുവാക്കൾ വിദ്യാർത്ഥികൾ, അവർ വിദ്യാർത്ഥിനികളടക്കം നെഞ്ച് വിരിച്ച് നിന്ന് വലിയ കോമഡിയാക്കി മാറ്റി, പുച്ഛിച്ച് തള്ളി കളിയാക്കി, ഒന്നുമല്ലാതാക്കി നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അവിടെ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം മതരാഷ്ട്രമാണ്, മതരാഷ്ട്രത്തിലേക്ക് പോകുന്നു എന്ന ആ നറേറ്റീവിനെ പൊളിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഇവിടെ നിങ്ങൾ ഒരു വിഭജനവും കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതില്ല. ഇവിടെ നിങ്ങൾ മുസ്ലിം പറയേണ്ടതില്ല, ഇവിടെ നിങ്ങൾ ഹിന്ദു പറയേണ്ടതില്ല, ഇവിടെ നിങ്ങൾ ക്രിസ്ത്യൻ പറയേണ്ടതില്ല, ഇവിടെ നിങ്ങൾ സിഖ് പറയേണ്ടതില്ല. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാണ്, ഈ രാജ്യത്തെ ചെറുപ്പക്കാരാണ്. അവിടെ ഈ രാജ്യം ഒന്നാണ്. വിദ്യാർത്ഥികൾക്ക് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അവരുടെ ഭാവി, അവരുടെ പരീക്ഷാ സമ്പ്രദായം, അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാം നീറ്റായിരിക്കുക, ക്ലീൻ ആയിരിക്കുക, സിസ്റ്റം കറക്റ്റ് ആയിരിക്കുക. ഇല്ലെങ്കിൽ ഇടപെടും. ജാതിയും മതവും ഒന്നുമായി, വിഭജനത്തിൻ്റെ ഒരു മുദ്രാവാക്യവുമായി ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന ശക്തമായ താക്കീത് ഇന്ത്യയിലെ യുവാക്കൾക്ക് നൽകാൻ പറ്റി, വിദ്യാർത്ഥികൾക്ക് നൽകാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ രാജ്യം പോകുന്നത് അത്തരമൊരു പാതയിൽ, മതരാഷ്ട്ര സങ്കല്പത്തിലേക്കുള്ള അടുപ്പത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന തോന്നലുണ്ടാക്കി വെച്ചെടുത്തു നിന്നാണ് ഇന്ത്യൻ യുവതയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കേന്ദ്ര ഭരണകൂടത്തിനും പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന BJPക്കും സംഘപരിവാറിനും വലിയ പിഴവ് സംഭവിച്ചു. ഇന്ത്യൻ യുവാക്കളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ അവരെ മതപരമായി ഭിന്നിപ്പിക്കാം, അവർക്കിടയിലേക്ക് ഇത്തരം രാജ്യദ്രോഹത്തിൻ്റെതായ അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾ ഇട്ടുകൊടുത്താൽ അവർ അതിന് പിന്നാലെ പോകുമെന്നൊക്കെ കരുതിയെങ്കിൽ അത് 8 നിലയിൽ പപ്പടം പോലെ പൊട്ടുന്ന കാഴ്ച. ആ കാഴ്ചക്കാണ് രാജ്യം സാക്ഷി വഹിച്ചത്. അത് ആശാവഹമാണ്. തീർച്ചയായിട്ടും ഈ രാജ്യം, നമ്മുടെ രാജ്യം, അത് കെട്ടിപ്പടുത്തത് മതേതര ജനാധിപത്യ മൂല്യങ്ങളുടെ സെക്കുലർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്, ഭാരതം എന്ന രാജ്യത്തിന് ആ സംവിധാനം കരുത്തോടെ ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭരണഘടനാപരമായ അടിത്തറ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം, ആ ബോധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ യുവാക്കളും അതുപോലെ വിദ്യാർത്ഥികളും അടക്കമുള്ള ഭാവി തലമുറയാണ് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവിടെയാണ് മതരാഷ്ട്രവാദത്തിന് പിഴയ്ക്കുന്നു എന്ന ആ ഒരു നിരീക്ഷണത്തിൻ്റെ, ആ ഒരു വ്യാഖ്യാനത്തിൻ്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്. എന്തായാലും പഴയപടിയല്ല കാര്യങ്ങൾ. ഇനി എത്രത്തോളം മതപരമായ വിഭജനങ്ങൾക്ക്, വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനായി നടത്തുന്ന മതപരമായ കലാപങ്ങൾക്ക്, മതപരമായ വിഭജനത്തിന്, ആളുകൾക്കിടയിലുള്ള വെറുപ്പിന്, വിദ്വേഷത്തിന്, ശത്രുതയ്ക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ അവിടെ ജന്തർ മന്ദറിൽ ഉയർത്തിയ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ സാരാംശത്തിലേക്ക് വന്നാൽ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരുമാകട്ടെ, സിഖോ ആരുമാകട്ടെ, ദാ ഇവിടെ ഇരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതിനിധികളാണ്. ഇവിടെ ഇരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്, ഭാവി തലമുറയാണ്, വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ് ഞങ്ങൾക്കൊപ്പമുള്ളത്, ഞങ്ങളെ പിന്തുണയ്ക്കുന്നത്, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഗാന്ധിജിയും അംബേദ്കറും ഭഗത് സിംഗും ഒക്കെയുള്ള ധീരരായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ കെട്ടിപ്പടുക്കൽ ശില്പികളാണ്. അവർക്കൊപ്പം തന്നെയാണ് രാജ്യമെന്നുള്ള ശക്തമായ സന്ദേശം തീർച്ചയായിട്ടും മതരാഷ്ട്രവാദങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ കാര്യങ്ങൾ പറയുന്ന, ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന, തൊഴിലിനെക്കുറിച്ച് സംസാരിക്കുന്ന, അവരുടെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, രാജ്യത്തിൻ്റെ ഒരുമയെക്കുറിച്ച് സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നല്ലൊരു സമൂഹത്തിൻ്റെ ആ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചത് ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകളാണ്. എങ്ങനെയൊക്കെയാണ് നേരിടാൻ നോക്കിയത്, എങ്ങനെയൊക്കെയാണ് തകർക്കാൻ നോക്കിയത്. പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചു, ലാത്തിയടിച്ച ആണികൾ ഉപയോഗിച്ചു. ഇന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ബീഹാറിൽ AK-47 വരെ ഉപയോഗിച്ചു. അതിനൊരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. എത്ര ഭീകരമാണ്, എത്ര ഹീനമാണ്, എത്ര ദാരുണമാണ് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ പ്രക്ഷോഭത്തെ, നമ്മുടെ പൗരന്മാരെ, നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്കെതിരെ AK-47 തോക്കൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഘട്ടത്തിലാണ്, ഏത് യുഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന ഭീതിതമായ ഒരവസ്ഥയാണ്. അവിടെയാണ് ആ ചെറുപ്പക്കാർ ഇടപെട്ടത്, അവിടെയാണ് ആ ചെറുപ്പക്കാർ തിരുത്തിച്ചത്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഈ സമരം പരാജയപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ആ പോലീസുകാരൻ സസ്പെൻഷനിലാവില്ലായിരുന്നു, അതിനിയും തുടരുമായിരുന്നു. പക്ഷേ അത്തരം ധിക്കാരങ്ങളെ, അത്തരം AK-47 തോക്കുകളെ,
അത്തരം ആണിയടിച്ച ലാത്തികളെ, അത്തരം പെല്ലറ്റ് തോക്കുകളെയൊക്കെ നിശബ്ദരാക്കാൻ പോകുന്ന, ഈ രാജ്യത്തെ ഒന്നായി നിർത്താൻ കഴിവുള്ള, ശേഷിയുള്ള, ത്രാണിയുള്ള ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ, ഭാവി തലമുറയുടെ ഒരു നിര ഉയർന്നു വന്നിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷവും ആശ്വാസകരവുമായ കാര്യത്തിൽ തന്നെയാണ് നോ കോംപ്രമൈസും ആ വിദ്യാർത്ഥികളുടെ ഇക്കാര്യങ്ങളിൽ സെക്കുലറിസം വിട്ടുവീഴ്ചയില്ല, ജനാധിപത്യം വിട്ടുവീഴ്ചയില്ല, ഭരണഘടന വിട്ടുവീഴ്ചയില്ല. ഗാന്ധിജി, അംബേദ്കർ, ഭഗത് സിംഗ് ഇവരെ പോലുള്ള ധീര ദേശാഭിമാനികൾ അവരാണ് ഞങ്ങൾക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സിസ്റ്റം ഫെയിലിയറിനോട് നോ കോംപ്രമൈസ് പറയാൻ പഠിപ്പിച്ചത് എന്ന അവരുടെ ആ ഒരു ഏറ്റവും ശുഭസൂചകമായ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ആദർശം, അതിനൊപ്പം തന്നെയാണ് നോ കോംപ്രമൈസും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.